ഹലോ, നമുക്കൊരു യാത്ര പോയാലോ? ഫ്ലൈറ്റിലാട്ടോ പോണത്. അപ്പോൾ എയർപോർട്ടിലെത്തി ചെക്കിൻ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഞാൻ ആദ്യം തന്നെ ലോഞ്ചിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്ക് ബോർഡിങ്ങിൻ്റെ സമയമായി. രാത്രി 1 മണിക്കായിരുന്നേ ഫ്ലൈറ്റ്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറി സീറ്റ് നമ്പറൊക്കെ കണ്ടുപിടിച്ചു. വിൻഡോ സീറ്റ് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ എല്ലാ സീറ്റിൻ്റെയും പുറകിൽ ഇങ്ങനെ സ്ക്രീനുണ്ട്. ഇപ്പോൾ സമയം പോകണമെന്ന് അറിയില്ല, ഒരു 4 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ TV കണ്ടിരുന്ന സമയം പോകാം. പിന്നെ രാത്രി 1 മണി ആയതുകൊണ്ട് നല്ല ഉറക്കം വരും, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാണ്. അപ്പം ഞാൻ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ ഒരു ബ്ലാങ്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് അയച്ചാൽ അതങ്ങനെ ഉയർന്ന് പൊങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടന്നു. ഒന്ന് ഉറങ്ങി വന്നപ്പോഴത്തേക്കും ഫ്ലൈറ്റിൽ ലൈറ്റൊക്കെ ഓണായി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫുഡ് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഉറക്കമൊക്കെ പോയി. ഫുഡ് പപ്പടം ഉണ്ടായിരുന്നു, റൈസ്, ചിക്കൻ, പിന്നെ കേടുണ്ടായിരുന്നു, പിന്നെ ഒരു വെജിറ്റബിൾ തോരനുണ്ടായിരുന്നു, പിന്നെ ഒരു പേസ്ട്രി, പിന്നെ ബട്ടറൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു, നല്ല റൈസ് ആയിരുന്നു. പക്ഷേ കഴിക്കാൻ തോന്നിയില്ല, കാരണം നമ്മുടെ ആ ഉറക്കത്തിൻ്റെ സമയമല്ലേ. ഒന്ന് ഉറങ്ങി വന്നപ്പോഴാണ് ഫുഡ് വന്നത്. അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചൊന്ന് വരുത്തി. പിന്നെ പുറത്തേക്ക് നോക്കി, അപ്പോഴത്തേക്ക് ഉറക്കം പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ മേഘങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഫ്ലൈറ്റ് നീങ്ങുന്ന കാഴ്ച കണ്ട എത്ര മനോഹരമാണല്ലേ. തൊട്ടുരുമ്പി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്താറായി കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യൻ സമയം ആയിട്ട് 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. നമ്മുടെ ഇന്ത്യൻ സമയം 4 മണിയാണെങ്കിൽ അവിടെ 6:30. അപ്പോൾ അവിടെ നേരം വെളുക്കാറായി. അവിടെ സൂര്യൻ ഉദിച്ചു വരുന്നു. താഴെ ബോട്ടൊക്കെ നങ്കൂരയിട്ട് കിടക്കുന്നത് കണ്ടോ. അപ്പോൾ കടലിൻ്റെ മുകളിൽ കൂടെയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഭൂമിയിലെത്താറായി. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അല്ല കേട്ടോ, സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് അങ്ങനെ റൺവേയിലൂടെ നീങ്ങുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലൈറ്റിൽ കയറി നമ്മുടെ ലഗേജുകളില്ലേ, ആ ലഗേജൊക്കെ വേറെ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മുടെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മളങ്ങനെ എത്തി. എവിടെയാണ്? സിംഗപ്പൂരിലെത്തി. സിംഗപ്പൂരിലെ എയർപോർട്ടിലേക്ക് കടക്കുകയാണ്. വലിയ എയർപോർട്ടാട്ടോ, വളരെ വളരെ വലിയ എയർപോർട്ട്. എൻ്റെ 8ാമത്തെയോ 9ാമത്തെയൊക്കെ രാജ്യം കേട്ടോ ഞാൻ ഇന്ത്യക്ക് പുറത്ത് പോകുന്ന വേറൊരു രാജ്യം. അങ്ങനെ സിംഗപ്പൂർ എത്തി. ഇനി ഞങ്ങൾ നമ്മുടെ ലഗേജ് കളക്ട് ചെയ്യണം. അങ്ങനെ ലഗേജ് കളക്ട് ചെയ്യുന്ന ഗേറ്റിലേക്ക് പോവുകയാണ്. അവിടെ എത്തി. 33ാമത്തെ നമ്പറിലാണ് നമ്മുടെ ലഗേജ് വന്നത്. ലഗേജൊക്കെ കളക്ട് ചെയ്തു. എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു. അങ്ങനെ ഇരുന്നപ്പോൾ അവിടുത്തെ നഴ്സറി കുട്ടികളെ എയർപോർട്ട് കാണിക്കാൻ കൊണ്ടുവരുന്ന കാഴ്ച. അവർ താങ്ക്സ് പറഞ്ഞു. ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പം ഞങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോ എടുത്തോന്ന് പറഞ്ഞാൽ അവർ താങ്ക്സ് പറഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഞങ്ങൾ അവിടെ എത്തിയത് 8:30-ക്കാണ്. അതായത് സിംഗപ്പൂർ ടൈം 8:30, നമ്മുടെ ടൈം ഇന്ത്യൻ ടൈം 6 മണി. അപ്പോൾ ഞങ്ങൾ അടുത്ത ടെർമിനലാട്ടോ ഫുഡ് കഴിക്കാൻ പോകണം. ടെർമിനൽ 3ലേക്ക് പോകണമെങ്കിൽ ഇതുപോലെയുള്ള സ്കൈ ട്രെയിനിൽ വേണം പോകാൻ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൈ ട്രെയിനുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അത്ര വലിയ ട്രെയിനൊന്നുമില്ല, നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ ആ സ്കൈ ട്രെയിനിൽ ഞങ്ങൾ കയറി ടെർമിനൽ 3ലേക്ക് പോവുകയാണ്. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് കേട്ടോ, കാരണം ആർക്കും രാത്രിയിൽ ഉറക്കം ശരിയായിട്ടില്ല. കേരളത്തിലെ എല്ലാ സ്ഥലത്തും തന്നെയുള്ള ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഒരു 30 പേരോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടെർമിനൽ 3യിലെത്തി. എല്ലാവരും ലഗേജും ഒക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് കടന്ന് ഞങ്ങൾ എന്തായിരുന്നു കഴിക്കാൻ? ഇഡലി, സാമ്പാർ, ചട്നി, ചായ, കോഫി ഒക്കെ ഉണ്ടായിരുന്നു. ദോശയും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങളിനി പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ ബസ് വന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ലഗേജൊക്കെ കയറ്റിയിട്ട് ബസ്സിലേക്ക് കയറുകയാണ്. ഇനി 3 ദിവസം ഞങ്ങൾ സിംഗപ്പൂർ കറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ക്ഷീണമാണ്. അപ്പോൾ ഇനി സിംഗപ്പൂർ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം കേട്ടോ. ഓക്കെ, ബൈ.